എന്റെ ജാനുവമ്മേ, ഞാൻ എവിടെ ഉണ്ട്? കുട്ടികളുടെ മുറി വൃത്തിയാക്കുവായിരുന്നു. ആ, നീ ഷീറ്റൊക്കെ മാറ്റി വിരിച്ചില്ലേ? ടൗണിൽ നിന്ന് വാങ്ങിയ ആ പുതിയ ഷീറ്റല്ലേ വിരിച്ചത്? അത് എല്ലാം ഞാൻ ശരിയാക്കി. അതെ, എപ്പം എത്തും അവർ? ഉച്ച കഴിയും. കേശു കാറ് കൊണ്ടുപോയിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. എത്ര നാളായി അവരെ കണ്ടിട്ട്. അവരുടെ സൗകര്യത്തിന് കല്യാണം വരെ അവിടെ അല്ലായിരുന്നു. എന്റെ കൊച്ചുമക്കൾ എന്നെ അറിയുമോ എന്തോ. ഈ കുന്ത്രാണ്ടത്തിൽ വല്ലപ്പോഴും ഉള്ള കാഴ്ചയല്ലേ ഉള്ളൂ. ഇനി സംഗമം വേണ്ട, അവർ ഇപ്പോ ഇങ്ങ എത്തല്ലേ? അവരെല്ലാരും കൂടിയാ വരുന്നേ. അവനും കേരളം കാണണം അത്രേ. എനിക്ക് ആദ്യമല്ലേ. ഞാൻ അവനോടൊരു ചായ വേണോന്ന് എങ്ങനെ ചോദിക്കും? വിദ്യമോൾ പറഞ്ഞത് എല്ലാരും മലയാളം പഠിച്ചെന്നാ. എങ്ങനെയാണോ എന്തോ. എന്തായാലും നോക്കാം. ആഹാ, ഇവര് നേരത്തെ എത്തിയോ? എന്നെ ഞാനാ മോൻ. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറക്കാൻ അല്ലായിരുന്നോ? ഒന്ന് പതുക്കെത്തല്ല കേശുവേട്ട, പെട്ടിയൊക്കെ താഴെ വീഴും. അമ്മേ, മോളെ, മുത്തശ്ശി, എന്റെ പൊന്നു മക്കളെ. മുത്തശ്ശി കരയല്ലേ, ഞങ്ങൾ വന്നില്ലേ. ഇനി 2 മാസമുണ്ടല്ലോ ഇവിടെ. കഥകളും പാട്ടുകളും ഒക്കെ കേട്ട് ഒരുമിച്ച് കളിച്ച അങ്ങനെ നല്ല രസമായിരിക്കും മുത്തശ്ശി. ഈ പിള്ളേർക്കാണോ മലയാളം അറിയില്ല എന്ന് പറഞ്ഞത്? ഇതിപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ആലിര ചേച്ചി, ഞങ്ങൾ അവിടെ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്. പിന്നെ അമ്മ ഞങ്ങളെ മലയാളം ക്ലാസ്സിലും വിടുന്നുണ്ട്. അമേരിക്കയിൽ മലയാളം ക്ലാസ് ഒക്കെ ഉണ്ടോ? പിന്നെ അവിടെ ഒരു മലയാളം സ്കൂളുണ്ട്. നന്മ എന്നാണ് പേര്. നന്നായി മലയാളം പഠിപ്പിക്കും. ബുക്സും ഹോംവർക്കും പരീക്ഷയും എല്ലാം ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ ക്രിസ് മലയാളം ക്ലാസ്സിൽ പോകുന്നുണ്ട്. ആണോ? അത് കൊള്ളാലോ. ആണമ്മേ, മലയാളം ക്ലാസ്സിൽ സ്റ്റോറീസും പാട്ടുകളും ഒക്കെ കേട്ടിട്ടാണ് എനിക്ക് കേരളത്തിലേക്ക് വരണമെന്നും അമ്മയെയും ഈ തറവാടിനെയും നാടിനെയും ഒക്കെ കാണണമെന്നും തോന്നിയത്. എനിക്കുമുണ്ട് അമ്മയോട് ഒത്തിരി സംസാരിക്കാൻ. ബൈ ദ വേ, എനിക്ക് ഒരു പാട്ടറിയാമേ, ഞാൻ പാടട്ടെ? അതെയോ? എങ്കിൽ ഞങ്ങളൊന്ന് കേക്കട്ടെ. കാക്കേ കാക്കേ കൂടവിടെ, കൂട്ടിനകത്തര കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞേരും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിൽ നെയ്യപ്പം? ഇല്ലാത്തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പട്ടിച്ചേ. എന്താ ഈശ്വരാ, അതും അമേരിക്കക്കാര് കൊണ്ടുപോയാടി ലീലേ. എന്റെ കുഞ്ഞ്, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി. നിന്നോട് എങ്ങനെ സംസാരിക്കുമെന്ന് ഓർത്തിരിക്കുവായിരുന്നു. ഇനിയൊക്കെ പിന്നെ പറയാം, നന്നായി വിശക്കുന്നു. മുത്തശ്ശി, ഞങ്ങൾക്ക് ഇലടയാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മുത്തശ്ശി എന്റെ മക്കൾക്ക് ഇലയടയും പാൽപായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, നമുക്ക് അകത്തേക്ക് പോകാം. നല്ല പായസം. ഇത് എന്നും ഉണ്ടാക്കി തരുമോ മുത്തശ്ശി? പിന്നെന്താ, നമുക്ക് എന്നും ഉണ്ടാക്കാം. ഇനി വിശേഷമൊക്കെ പറ. വേറെന്തൊക്കെ പഠിച്ചു മലയാളം ക്ലാസ്സില്? അതോ, ഞങ്ങൾ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചു. കഥയും കവിതയും ഒക്കെ പഠിച്ചു. മുത്തശ്ശിക്ക് കേൾക്കണോ ഞങ്ങളുടെ കവിത? അങ്ങനെ കുട്ടികൾ പാട്ടും കളിച്ചിരികളുമായി മുത്തശ്ശിയോടൊപ്പം മലയാളം ക്ലാസിന്റെ ഓർമ്മകൾ പങ്കുവച്ചു.
അങ്ങനെയുള്ള ഒരു നന്മ മലയാളം ക്ലാസിൻ്റെ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നു. അങ്ങനെ നമ്മൾ അക്ഷരങ്ങളും അക്കങ്ങളും പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഫയർഫ്ലൈയുടെ മലയാളം അറിയോ? മിന്നാമിന്നിങ് ആണോ ടീച്ചർ? അതെ, മിന്നാമിനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും മിന്നാമിനിങ് എന്താണെന്ന് അറിയോ? മിന്നാമിനിങ്ങ അത് എന്താണ് ടീച്ചർ? എങ്കിൽ മിന്നാമിനിങ് എന്താണെന്ന് നമുക്ക് ഒരു കവിതയിലൂടെ പഠിച്ചാലോ? എല്ലാവരും ഏറ്റു പാടണം ട്ടോ. മാനത്ത് താരകൾ മിന്നി നിൽക്കേ, അമ്പിളി പുഞ്ചിരി തൂകി നിൽക്കേ. മാനത്ത് താരകൾ മിന്നി നിൽക്കേ, അമ്പിളി പുഞ്ചിരി തൂകി നിൽക്കേ. എന്നിലെ കൗതുക പൂവിടർത്തി, മിന്നാമിനുങ്ങു നീ മിന്നി നിൽക്കേ. എന്നിലെ കൗതുകം പൂവിടർത്തി, മിന്നാമിനുങ്ങു നീ മിന്നി നിൽക്കേ. എങ്ങു നിന്നീരുളിൽ, കണ്ണിൽ പ്രതീക്ഷയായി നീയുദിച്ചു. നിൻ ചെറുവെട്ടമെന്തിഷ്ടമെന്നോ, എന്നുമെൻ പുഞ്ചിരി നീ തെളിക്കൂ. നിൻ ചെറുവെട്ടമെന്തിഷ്ടമെന്നോ, എന്നുമെൻ പുഞ്ചിരി നീ തെളിക്കൂ. എല്ലാവരും വളരെ നന്നായി പാടിയല്ലോ. ഇനി വേനലവധി വരില്ലേ? നിങ്ങൾ നാട്ടിൽ പോകുമ്പോ മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ പാട്ട് പാടിക്കൊടുക്കണം കേട്ടോ. അപ്പോ ഇനി നമുക്ക് വേനലവധി കഴിഞ്ഞ് കാണാം. മാനത്ത് താരകൾ മിന്നി നിൽക്കേ, അമ്പിളി പുഞ്ചിരി തൂകി നിൽക്കേ. എന്നിലെ കൗതുകം പൂവിടർത്തി, മിന്നാമിനുങ്ങു നീ മിന്നി നിൽക്കേ. മുത്തശ്ശിക്ക് ഇന്ന് ഒത്തിരി സന്തോഷമായി മക്കളെ. നമ്മുടെ മലയാളവും മുത്തശ്ശിയും ഒന്നും നിങ്ങൾ മറന്നുപോയില്ലല്ലോ. എന്നും ഇതുപോലെ നമ്മുടെ ഭാഷയെ സ്നേഹിക്കണം കേട്ടോ. അയ്യേ, ഞങ്ങളുടെ മുത്തശ്ശി പിന്നെയും കരയുവാണോ? പിന്നെ മുത്തശ്ശി ഞങ്ങൾക്ക് മിന്നാമിന്നുങ്ങിനെ കാണിച്ചു തരുമോ? അതിനെന്താ മക്കളെ, മുത്തശ്ശി തന്നെ മിന്നാമിനുങ്ങിനെ കണ്ടിട്ട് എത്ര നാളായി. ഇനി നമുക്ക് 3 പേർക്കും കൂടെ അത്താഴം കഴിഞ്ഞ് ദേ കിഴക്കേ പറമ്പിൽ പോയി നിന്ന് കാണാം. എന്നിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ മിന്നാമിനുങ്ങുകളെ എണ്ണുന്നതെന്ന് നോക്കാം. മലയാളത്തിൽ എണ്ണണം കേട്ടോ. ജ്ഞാനമുണ്ട്. മലയാളം നാട്ടിൽ നമുക്കായി കാത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും നമ്മൾ വിളമ്പുന്ന സ്നേഹാമൃതം. വള്ളത്തോൾ പാടിയതുപോലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. അതെ, മാതൃഭാഷ പകർന്നു നൽകുന്നതിലൂടെ നമ്മുടെ മക്കൾക്ക് നാം നൽകുന്നത് വെറുമൊരു ഭാഷ മാത്രമല്ല, സ്വന്തം നാടിൻ്റെ ആത്മാവിനെയും സംസ്കാരത്തെയും തൊട്ടറിയുവാനുള്ള അവരുടെ അവകാശം കൂടിയാണ്. അറിവുകൾ തേടിയുള്ള ഈ യാത്രയിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്രീമോൺ സ്കൂൾ മിന്നാമിന്നിക്കൂട്ടം.